നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ക്രൂശ് എടുത്ത് അനുഗമിക്കാം. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തന് താന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് താൻ യെരുശലേമിൽ എത്തുമ്പോൾ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. അത് കുരിശുമരണമാണ് ഭരിക്കാൻ പോകുന്നതെന്ന് ആ സമയത്ത് പറഞ്ഞില്ല, പക്ഷെ പിന്നീട് പറഞ്ഞു, വേറൊരു സമയത്ത് പറഞ്ഞു. എന്നാൽ ഇവിടെ ശിഷ്യന്മാരോട് ആയിട്ട് യേശു പറയുന്നത്, നിങ്ങൾ ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്നാണ്. യേശു പറഞ്ഞു, ഞാൻ യെരുശലേമിൽ എത്തുമ്പോൾ മഹാപുരോഹിതന്മാർ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് ഞാൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഞാൻ കുരിശിക്കപ്പെടും. അപ്പോൾ പത്രോസ് പറഞ്ഞത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. യേശു പത്രോസിനെ ശാസിച്ച ശേഷം എല്ലാ ശിഷ്യന്മാരോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശ് ചുമക്കണം. ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കുരിശുരൂപം കഴുത്തേലിടുക, ഒരു കുരിശുരൂപം വീട്ടിൽ വയ്ക്കുക, ഒരു കുരിശുരൂപം കവലകളിൽ കൊണ്ട് നാട്ടുക, ഒരു കുരിശുരൂപം ആരാധനാ സ്ഥലത്തിൻ്റെ മൊയ്തെ വയ്ക്കുക, ഒരു കുരിശുരൂപം വണ്ടിയിൽ തൂക്കുക, കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു കുരിശുരൂപം ഭാര്യയുടെ കഴുത്തെ തൂക്കുക. ഇതൊക്കെയാണ് യേശു ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ മരിച്ച യേശുവിനാണ് പ്രാധാന്യം, യേശു മരിച്ച കുരിശിനല്ല. യേശു മരിച്ച കുരിശിന് പ്രാധാന്യം നൽകിയാൽ അതൊരു വിഗ്രഹമായി മാറുകയാണ്. കുരിശിന് ഒരിക്കലും ഒരു ഗുണവും നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദോഷവും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഗുണമോ ദോഷമോ നമുക്ക് ചെയ്യാൻ കുരിശിന് സാധിക്കുകയില്ല. എന്നാൽ കുരിശിൽ മരിച്ച യേശുവിന് രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരമുണ്ട്. ഇവിടെ യേശു തൻ്റെ ശിഷ്യരോട് പറയുന്നത്, എൻ്റെ കുരിശെടുത്ത് നിങ്ങൾ എൻ്റെ പിന്നാലെ വരണമെന്നല്ല, പിന്നെ തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കഴിയാത്തവന് എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ലെന്നാണ്. തൻ്റെ കുരിശെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുരിശ്. ചില ആളുകൾ വിചാരിക്കുന്ന അവനവൻ്റെ കുരിശെന്ന് പറയുന്നത് കഷ്ടതയുടെ കാര്യമാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ല. ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രമേ കുരിശെടുക്കാൻ സാധിക്കൂ. അവനെ വിസ്തരിച്ച് വിധിച്ച് കുരിശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കുരിശ് അവൻ്റെ തോളിൽ കൊടുക്കും. ഇസ്രായേലിൽ എല്ലാ ദിവസവും ഇങ്ങനെ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന ആളുകളെ കാണാമായിരുന്നു എന്ന് ഇസ്രായേലിലെ ചരിത്രകാരനായ യോസിഫസ് എഴുതിയിട്ടുണ്ട്. എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ രക്തസാക്ഷികളാകണം. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് യേശു അരുമ ശിഷ്യരോട് പറഞ്ഞതിന്, ആ സാക്ഷികൾ എന്നുള്ളതിന് എഴുതിയിട്ടുള്ളത് മാർട്ടൂറിയോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. മാർട്ടൂറിയോ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മാർട്ടിയർ ഉണ്ടായത്. മാർട്ടിയർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി രക്തസാക്ഷികളാകണം എന്നാണ് യേശു ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ യേശു പറയുന്നത്, അവനവൻ്റെ കുരിശ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാമത്തിനു വേണ്ടി, എൻ്റെ നാമനിമിത്തം, എന്നെ വിശ്വസിക്കുന്നത് നിമിത്തം, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത് നിമിത്തം, എൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് നിമിത്തം ആളുകൾ നിങ്ങളെ കുരിശിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ കുരിശിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കുരിശ് നിങ്ങളുടെ തോളിൽ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ സാങ്കല്പികമായ ഒരു കുരിശ് എപ്പോഴും തോളിൽ വഹിച്ചുകൊള്ളണം. ഏത് സമയത്തും നിങ്ങളെ ആളുകൾ പിടിച്ച്, നിങ്ങളെ വിസ്തരിച്ച്, നിങ്ങളെ വിധിച്ച്, നിങ്ങളെ കുരിശിക്കാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ എനിക്ക്
അതിന് സാധിക്കുകയില്ല, എനിക്കതിന് മനസ്സില്ല എന്ന് പറയുന്ന ആളുകൾ തങ്ങളുടെ ആത്മീക ജീവനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. യേശു ഒരു മോഹനസുന്ദര വാഗ്ദാനം ആൾക്ക് നൽകുന്നില്ല. ഇന്നത്തെ ആളുകളൊക്കെ, ഇന്നത്തെ പ്രസംഗകർ പലരും യേശുവിനെ കൈക്കൊണ്ടാൽ നിങ്ങളുടെ കടഭാരം മാറും, നിങ്ങൾക്ക് വീടുണ്ടാകും, നിങ്ങൾക്ക് കാറുണ്ടാകും, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും, നിങ്ങൾക്ക് വിദേശ യാത്രകളൊക്കെ തരപ്പെടും എന്ന് തുടങ്ങി ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് അവർ ഈ സ്തോത്രകാഴ്ച പിരിക്കുന്നത്. യേശു സ്തോത്രകാഴ്ച പിരിച്ചിട്ടുമില്ല, യേശു മോഹനസുന്ദര വാഗ്ദാനം നൽകിയിട്ടുമില്ല. തൻ്റെ അടുക്ക വന്ന ആളിനോട് യേശു പറഞ്ഞത്, കുരിശുമരണം സഹിക്കാൻ മനസ്സുണ്ടോ എങ്കിൽ എൻ്റെ പിന്നാലെ വന്നാൽ മതിയെന്നാണ്. ആളുകൾ യേശുവിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ തങ്ങളുടെ ഇഹലോക ജീവിതത്തെയാണ് വലുതായിട്ട് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജീവനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ വലിയ നഷ്ടമാണ് അവർ വരുത്തുന്നതാണ് യേശു പറഞ്ഞത്. യേശു പിന്നീട് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ജീവനെന്ന് പറഞ്ഞാൽ ആത്മീക ജീവനെ, ദൈവത്തിൻ്റെ ജീവനെ. ദൈവത്തിൻ്റെ ജീവനാണ് അവന് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് ജീവൻ തരാനാണല്ലോ യേശു വന്നത്. യേശു അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ജീവൻ്റെ വഴിയാണ്, ജീവൻ്റെ വാതിലാണ്, എൻ്റെ വചനം ജീവൻ്റെ വചനമാണ്. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ ജീവൻ പ്രാപിക്കുകയാണ്, ജീവനുള്ള കല്ലുകളായി തീരുകയാണ്. നമ്മൾ ജീവനുള്ള ആടുകളായിട്ട് നമ്മൾ തീരുകയാണ്. അപ്പോൾ നിത്യജീവൻ്റെ ഉടമകളായിട്ട് നമ്മൾ തീരുകയാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ ആളുകൾ താൽക്കാലിക ജീവിതമാണ് വലുത് എന്ന് കണ്ട് മുന്നോട്ട് പോയാൽ, ഇവിടുത്തെ സുഖവും ഇവിടുത്തെ സമൃദ്ധിയുമൊക്കെയാണ് വലുത് എന്ന് കണ്ടുപോയാൽ, തീർച്ചയായിട്ടും കർത്താവ് പറയുന്നത്, ഞാൻ ന്യായവിധിക്കായിട്ട് വരുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ പ്രതിഫലം നൽകും. തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷയുണ്ടാകും. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ കുരിശിൽ യാഗമായി ചോര ചിന്തി അടിയേറ്റ് നിന്നയേറ്റ് തുപ്പലേറ്റ് ഒരുക്കിയ ഈ രക്ഷാമാർഗത്തെ അംഗീകരിച്ച് നിത്യജീവൻ പ്രാപിച്ചില്ല എന്ന് ചോദിക്കും. അന്ന് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ മതത്തിനോ നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കോ മത നേതാക്കൾക്കോ സാധിക്കുകയില്ല. നിങ്ങൾ എൻ്റെ മുമ്പാകെ ഒറ്റയ്ക്ക് നിന്നേ തീരൂ, ഓരോരുത്തരും നിന്നേ തീരൂ എന്ന് പറഞ്ഞാണ് യേശു ഇവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷിക്കാൻ, നമ്മുടെ നരകം അനുഭവിക്കാൻ, നമുക്ക് ജീവൻ തരാൻ, ജീവനായ രക്തം കാൽവറിയിൽ ഊറ്റിത്തന്ന യേശുവിനെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ, അനുഗമിക്കാൻ, ആരാധിക്കാൻ, ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.